മറ്റൊരു സങ്കടകരമായ വാർത്തയിലേക്ക്. കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറയിൽ ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു. മുണ്ടുമല സ്വദേശി ജെയ്സനാണ് മരിച്ചത്. മുണ്ടുമല സ്വദേശിയായ ഒരു സ്ത്രീക്കും മിന്നലേറ്റിട്ടുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ 4 സ്ത്രീകൾക്ക് മിന്നലേറ്റു. വീടിനകത്ത് നിൽക്കുമ്പോഴാം വഴിയിൽ വെച്ചുമാണ് മിന്നലേറ്റത്. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില? ഉച്ചകഴിഞ്ഞ് ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലുമാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ മഴ തുടരുകയാണ്. കൂടരഞ്ഞി കൂമ്പാറയിൽ വെച്ച് 2 പേർക്ക് ഇടിമിന്നലേറ്റിരുന്നു. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഒരു സ്ത്രീക്കും പുരുഷനുമാണ് മിന്നലേറ്റത്. അതിൽ പുരുഷന്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മുണ്ടുമല സ്വദേശി ജെയ്സൺ 50 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ മരണം ആശുപത്രിയിൽ വെച്ച് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കോഴി ഫാമിൽ വെച്ച് ഇദ്ദേഹത്തിന് ഇടിമിന്നലേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കൂടാതെ താമരശ്ശേരിയിലും ഇപ്പോൾ 4 സ്ത്രീകൾക്ക് ഇടിമിന്നലേറ്റിട്ടുണ്ട്. ഈ 4 പേരും ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കനത്ത മഴ ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട്. പലയിടങ്ങളിലും വെള്ളം കയറിയ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. റോഡുകളൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആ രീതിയിൽ ഗതാഗത തടസ്സം കൂടി ചിലയിടങ്ങളിലൊക്കെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ മഴ ലഭിക്കുന്നുണ്ട്. മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ പ്രത്യേകിച്ചൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല എങ്കിൽ കൂടി ഈ മഴയാണ്, വെള്ളക്കെട്ടുകളൊക്കെ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇടിമിന്നൽ ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ജാഗ്രത കൂടി പുലർത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.